ദീപാവലി ആയിട്ട് നമുക്ക് കുറയ്ക്കണ്ട, നമുക്കും പോയാലോ കുറച്ച് പടക്കം മേടിക്കാൻ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എന്താ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ അവിടെ നല്ല ക്രൗഡായിരുന്നു. കുറച്ച് ഒതുങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ചെന്ന് മേടിക്കാൻ പോയത്. ഇതുവരെ ട്രൈ ചെയ്യാത്ത എന്തെങ്കിലും വെറൈറ്റിയും കൂടെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ അവിടെ ചെന്ന് ഒരു 4-5 ഐറ്റംസ് എങ്ങാണ്ട് മേടിച്ചു. അതൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു. നമ്മൾ മേടിച്ച ഐറ്റം ഇതൊക്കെയായിരുന്നു. പിന്നെ കൊരോ പൊഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്. വീട്ടിൽ വന്ന് കടക്കാർ നമ്മളെ പറ്റിച്ചോ എന്ന് കണക്ക് കൂട്ടുന്ന ഭർത്താവിനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലോട്ടെല്ലാം ഒതുക്കി വെച്ച് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിരിക്കുകയാണ്, ഓരോന്ന് പൊട്ടിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട്. ആദ്യം ഐശ്വര്യമായിട്ട് നമ്മൾ കമ്പിത്തിരിയിലാണ് തുടങ്ങിയത്. ഈ കമ്പിത്തിരി സാധാരണ പോലെയല്ല, ഒത്തിരി നേരം നിന്ന് കേട്ടോ. നമ്മളിങ്ങനെ അയ്യോ ഇതെന്താ തീരാത്തേന്ന് ഇങ്ങനെ പറഞ്ഞു, ഇതെന്താ ഇങ്ങനെ തീരാതെ നിൽക്കുന്നതെന്ന്. അടുത്തതായിട്ട് അവർ ഫ്രീ ആയിട്ട് തന്നെ ഓരോ പരന്നു, അത് ചീറ്റിപ്പോയി. പിന്നെ അടുത്ത് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് അട്ടയാണ് കേട്ടോ. അതൊരു കമ്പി കുത്തി വെച്ചേക്കാണ്. അത് നമുക്ക് മണ്ണി കുത്തി വെച്ചിട്ട് ഇങ്ങനെ അത് അതിനകത്ത് ഇന്നും കറങ്ങിക്കോളൂ എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഈ ഒരു ഐറ്റത്തിൻ്റെത് വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഓണാക്കാൻ ഞാൻ മറന്നുപോയി, മണ്ടി. അത് അതിൻ്റെ കമ്പിക്കൂടെ എന്തോ മറ്റേ കൊരോപ്പിൻ്റെ കൂട്ട് തന്നെ ചീറ്റുന്ന സംഭവമായിരുന്നു. പിന്നെ ഈ ഒരു ഐറ്റം ഇത് കള്ളർ കൊരോപ്പാണെന്നാണ് അവർ പറഞ്ഞത്. ഇത് എങ്ങനെ വെച്ച് കത്തിച്ചിട്ടും അത് കത്തുന്നില്ല. സത്യത്തിൽ അത് കമ്പിത്തിരി വെച്ച് കത്തിക്കേണ്ടതായിരുന്നു. പിന്നെ അവസാനം കൊരോപ്പ് വെച്ച് കത്തിച്ചപ്പോൾ ആകെപ്പാട് മേളോ ഒച്ചപ്പാടും ബഹളവും അല്ല. പക്ഷേ ഇതൊരു ഐറ്റം, ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഐറ്റമായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഇവൻ ഇതിനോട് എന്തോ ദേഷ്യമാണെന്ന് തോന്നുന്നു കറക്കുന്നത് കണ്ടിട്ട്. അത് പോട്ടെ. പിന്നെ ലാസ്റ്റ് ഒരു അട്ടയും കൂടെ കത്തിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റത്തിലോട്ട് കടക്കുകയാണ് നമ്മൾ. ഇത് മറ്റേ കത്തിച്ച് വിടുമ്പം മുകളിലോട്ട് പോയി പൊട്ടുന്ന ഐറ്റമാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് പൊട്ടുമോ ഇല്ലയോ എന്നുള്ള ഭയങ്കര ഡൗട്ടിലായിരുന്നു. കാരണം ഞങ്ങൾ ഓൾറെഡി കാറ്റത്തൊക്കെ വന്നപ്പോൾ ഇതിനകത്തിന് എയർ കയറിയോ എന്തോ ആണോ എന്നൊന്നും അറിയില്ലല്ലോ. പക്ഷേ ഇത് കൊണ്ടുവന്ന് കൊളുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് പൊട്ടി. അപ്പോൾ ഓക്കെ, ബൈ.